മത്തങ്ങ വെച്ചിട്ടുള്ള ഒരു എരിശ്ശേരിയാണ്. അപ്പം മത്തങ്ങ എരിശ്ശേരി അല്ലെങ്കിൽ മത്തങ്ങ കറി എന്നൊക്കെ പറയാം കേട്ടോ. ഇതിനു മുമ്പ് ഞാനൊരു മത്തനെല്ലാം തോരൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ആന്റിയുടെ വീട്ടിൽ പോയപ്പം കൊണ്ടുവന്നതാണ്, അവിടുന്ന് പറിച്ചു കൊണ്ടുവന്ന ഇലയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ ഞാൻ ഒരു വലിയ മത്തങ്ങയും കൂടെ കൊണ്ടുവന്നായിരുന്നു. ആ മത്തങ്ങ വെച്ചിട്ടുള്ള ഒരു എരിശ്ശേരിയാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയാന്ന് നോക്കാം, നമുക്ക് തുടങ്ങാം. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ മത്തങ്ങ. അപ്പൊ ഇത് നമ്മൾ പറിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. മത്തങ്ങ നടുവേ ഞാൻ മുറിച്ചിട്ടുണ്ട്. അത് വലിയ മത്തങ്ങ ആയതുകൊണ്ട് അത്രയും ഒരു കറിക്കൊന്നും ആവശ്യമില്ല. അപ്പം പകുതി വെച്ച് മുറിച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞിട്ട് ഉള്ളിലത്തെ കുരുവും അതൊക്കെ ഒന്ന് എടുത്തു കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കാൻ പോവാണ്. അപ്പം ഞാനൊരു ചെറിയ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കുക്കറിലാണ് നമ്മൾ മത്തങ്ങ വേവിക്കാൻ പോകുന്നത്. മത്തങ്ങ ഞാനിവിടെ ചെറുതായിട്ട് മുറിച്ച് വെള്ളത്തിലിട്ട് ഒന്ന് കഴുകി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് വെള്ളത്തിൽ നിന്ന് വാരി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മത്തങ്ങ മുറിച്ച് കഷ്ണങ്ങളാക്കുമ്പോൾ ഏകദേശം ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്താൽ മതി. ഒരുപാട് ചെറുതോ ഒരുപാട് വലുതോ ഒന്നും ആക്കണ്ട. അത് നമ്മൾ നന്നായിട്ട് വെന്ത് അത് ഉടഞ്ഞു ചേരുന്ന പോലെയാണ് വേവിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ സൈസിലോ ഷേപ്പിലോ ഒന്നും കാര്യമില്ല. അത് വേകാനുള്ള ആ ഒരു സൈസ് നോക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് മത്തങ്ങ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. പിന്നെ ഇത് മത്തങ്ങ അത്യാവശ്യം കുറച്ച് അധികം ഉള്ളതുകൊണ്ട് ഏകദേശം 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എത്ര മത്തങ്ങയുണ്ടോ അത് വേകാൻ ആവശ്യമായിട്ടുള്ള ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുക. മത്തങ്ങ പെട്ടെന്ന് വേകും, അതുകൊണ്ട് ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമില്ല. ഇനി കുക്കർ അടച്ചിട്ട് നമുക്ക് അടുപ്പേ വെക്കാം. 1-2 വിസിൽ മതി. അപ്പോഴേക്കും മത്തങ്ങ വെന്ത് കിട്ടും. എന്നിട്ട് നമുക്കിത് തുറന്നു നോക്കാം. കുക്കർ അടുപ്പേ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചിരകിയ തേങ്ങ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 4-5 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 3 എരിവുള്ള പച്ചമുളക്, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂണിനും കുറവാണെങ്കിലും കുഴപ്പമില്ല, ജീരകം കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടൊന്ന് അടിക്കാം. ആദ്യം ജീരകം, മുളക്, ഉള്ളി ഇതൊക്കെ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആദ്യം അത് തന്നെ അരയ്ക്കുന്നത്. അല്ലെങ്കിൽ ഒരുമിച്ചിട്ട് അരച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആദ്യം ഇതൊന്ന് അരച്ചെടുക്കാം നമുക്ക്. ഇപ്പം ഇത് ആദ്യം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളം കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇത് നന്നായിട്ട് അരയാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെക്കാം. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം, മത്തങ്ങ വെന്തോന്നൊക്കെ നോക്കണം. ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു തവി ഇട്ടിട്ട് നമുക്ക് ഇളക്കി നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. കണ്ട, നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്ത് നല്ലപോലെ അലിഞ്ഞ് ചേരുന്നുണ്ട്. അപ്പം ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടെ എക്സ്ട്രാ കാണുന്നുണ്ട്. അപ്പം നമുക്കത് വേണമെങ്കിൽ ഒന്ന് മാറ്റി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. എന്നിട്ട് നമ്മൾ തേങ്ങയുടെ അരപ്പില്ല അത് ചേർത്ത് കൊടുക്കുമ്പോൾ ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ആ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ എക്സ്ട്രാ ഉള്ള ഈ വെള്ളം ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാൻ പോവാണ്. അപ്പോൾ വെള്ളം എല്ലാം കൂടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം. അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാൻ പോവാണ് ഇതിലേക്ക്. എന്നിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം. നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇനി നമുക്ക് മത്തങ്ങ വേവിച്ച വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ വെള്ളം ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഈ തേങ്ങയുടെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മുടെ മത്തങ്ങയ്ക്കകത്ത് ഒട്ടും വെള്ളമില്ലാണ്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി അടുപ്പേ വെക്കുമ്പോൾ ഇതൊന്ന് തിളച്ച് വരണമല്ലോ. അപ്പോൾ അടിയിലൊന്നും പിടിക്കാണ്ടിരിക്കണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ആവശ്യമുണ്ട്. അപ്പം ഒട്ടും വെള്ളമില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടുപ്പേ വെച്ചൊന്ന് തിളച്ച് വരണം. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിൽ കറിവേപ്പില ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇപ്പം ചേർത്ത് കൊടുക്കുകയാണ്. ഇത് വേണമെങ്കിൽ മത്തങ്ങ വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെക്കുന്ന സമയത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇട്ടില്ലെങ്കിൽ ഇങ്ങനെ അരപ്പ് ചേർത്തിട്ട് വീണ്ടും അടുപ്പിൽ വെക്കാൻ നേരം ഇട്ട് കൊടുത്താൽ മതി. ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഒന്ന് തിള വന്നാൽ മതി. കാരണം ഈ തേങ്ങയുടെ ആ ഒരു ഇത് മാത്രം വെന്താൽ മതി. മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്തതാണ്. അപ്പോൾ ഒന്ന് തിളച്ച് തുടങ്ങിയാൽ നമുക്കിത് ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് തേങ്ങ വറുത്ത് ചേർക്കാനുണ്ട്. ഇതാ ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി അടുപ്പേന്ന് മാറ്റിയിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുകയാണ്.
തേങ്ങ വറക്കാനും അതുപോലെ വറവിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പാൻ വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ രണ്ടും കൂടെ ഒരുമിച്ചാണ് ചെയ്യുന്നത്. എങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. തനിയെ തനിയെ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരുമിച്ച് ചെയ്താലും കുഴപ്പമില്ല. നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. തേങ്ങ വറക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയ ഉടനെ നമുക്ക് കറിവേപ്പിലയും ചെറിയുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2-3 ചെറിയുള്ളി അരിഞ്ഞു വെച്ചാൽ മതി. അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കണം. കറിവേപ്പില ഇട്ട് കൊടുത്തു. ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കരിഞ്ഞു പോകാതെ ഇളക്കി കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വരുന്ന ഉടനെ ഞാൻ ഇതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കും. അല്ലെങ്കിൽ രണ്ടായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് മാറ്റി വെച്ചിട്ട് തേങ്ങ വറുത്താൽ മതി. അല്ലെങ്കിൽ ഒരുമിച്ച് ചെയ്താലും കരിഞ്ഞു പോകുമൊന്നുമില്ല. അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഏകദേശം ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കുകയാണ്. 1/2 കപ്പ് തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് വറുത്തെടുക്കാൻ പോകുന്നത്. 1/2 കപ്പ് മുതൽ ഒരു 3/4 കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ തേങ്ങ വറുത്തിടുന്നത് ഇഷ്ടമാണെന്നുള്ള അത് നന്നായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചധികം ഇട്ടാൽ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു 1/2 കപ്പ് തേങ്ങ വറുത്തെടുത്താൽ മതി. നന്നായിട്ട് ചിരകിയെടുത്ത് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മൂത്ത് അതിൻ്റെ കളറൊക്കെ മാറി ചുവന്ന് വരുന്നവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതാ ഇപ്പോൾ തേങ്ങയൊക്കെ നല്ല ചുമന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം സിമ്മിൽ വെച്ചിരിക്കുകയാണ്. ഇനി ഇതിൽ നിന്ന് കുറച്ച് ഞാൻ ലാസ്റ്റ് നമ്മുടെ മത്തങ്ങാക്കറി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാനൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ ഇത് കാണാൻ വേണ്ടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്ത് വെക്കുന്നത്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മത്തങ്ങാക്കറി ഞാൻ ഇങ്ങോട്ടേക്കാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ കുക്കറിലേക്ക് നമുക്ക് ഈ തേങ്ങ ചേർത്ത് കൊടുത്താലും മതി. ഞാൻ കുറച്ചുകൂടെ നന്നായി എളുപ്പത്തിന് കുക്കറിലുള്ള മത്തങ്ങാക്കറി ഈ തേങ്ങയിലോട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ കറി ഉണ്ടാക്കാൻ. ഭയങ്കര സൂപ്പർ സ്മെല്ലാണ് വരുന്നത്. ആ മത്തങ്ങയുടെ ആ തേങ്ങ വറുത്തത് എല്ലാം കൂടി ഒന്ന് മിക്സ് ആയി കഴിയുമ്പോഴേക്കും ഭയങ്കര കിടിലൻ സ്മെല്ലും അതുപോലെ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അറിയാമായിരിക്കുമല്ലോ, നമ്മുടെ മലയാളികൾക്കൊക്കെ അറിയാവുന്ന ഒരു കറിയാണ്. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര ടേസ്റ്റിയാണ്. ആ സ്മെല്ല് തന്നെ നമുക്ക് ഒരു ചോറ് തിന്നാനുള്ള ടെംപ്റ്റേഷൻ ഉണ്ടാക്കും. അത്രയ്ക്ക് നല്ലൊരു സ്മെല്ലൊക്കെയാണ്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, വറുത്ത തേങ്ങ. അപ്പോൾ അത് ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ എടുത്ത് വെച്ചത് കൊണ്ട് ഞാനത് ചേർത്ത് കൊടുക്കുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി സാധനമാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ നിങ്ങൾ മത്തനില തോരൻ കണ്ടിട്ടില്ലെങ്കിൽ കാണാത്തവർ എന്തായാലും പോയി ആ വീഡിയോയും കൂടെ കാണണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ടേക്ക് കെയർ. വിത്ത് ലവ്, അഞ്ജു.